Hi friends, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റിപ്പബ്ലിക് ആയതുകൊണ്ട് ഒരു ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. കളർഫുൾ ആയിട്ടുള്ള ഒരു ഇടിയപ്പം, നൂൽപുട്ട്. ക്യാരറ്റും മല്ലിയില, പുതിനയില, പച്ചമുളക് ഒക്കെ ചേർത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇടിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ കറിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുക്കറിൽ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ കറി. ഇനി റെസിപ്പിയിലോട്ട് പോകാം. കളർഫുൾ ആയിട്ടുള്ള ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നതിന് അതിന് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, പിന്നെ മല്ലിയിലയും പുതിനയും പച്ചമുളകും. പിന്നെ 3 തരത്തിൽ കളറായിട്ടുള്ള ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പുതിന, മല്ലിയില, പച്ചമുളക് അരച്ചെടുക്കാം. ക്യാരറ്റ് അരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയും പച്ചമുളകും അരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഓയിൽ ചേർക്കാം. ഇതിലേക്ക് അരിപ്പൊടി കുറച്ചായി ചേർത്ത് കുഴച്ചെടുക്കാം. അരിപ്പൊടി നന്നായി കുഴഞ്ഞിട്ടുണ്ട്. ഇതിന് 3 ഭാഗമായിട്ട് മാറ്റിയെടുക്കാം. കുറച്ച് ഭാഗത്തിലേക്ക് ഈ ക്യാരറ്റ് ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. കുഴഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ മൂടിയിട്ട് വെക്കാം. ഇനി അടുത്തത് മല്ലിയിലയും പുതിനയും ഇത് ചേർക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിന് 5 മിനിറ്റ് മൂടി വെക്കാം. 3 തരത്തിലും കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് പച്ച കുഴച്ച്. ഇനി അഥവാ കുറച്ച് ഇതിനകത്ത് വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. പച്ച എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. വെള്ളയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പത്രത്തിൻ്റെ അകത്ത് എല്ലാ ഭാഗവും ഓയിൽ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇഡ്ഡലി തട്ടിലും ഓയിൽ സ്പ്രെഡ് ചെയ്യാം. അത് ഓറഞ്ച് കളറിലെ മാവ് നിറയ്ക്കാം. ഇതിനി സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ഇടിയപ്പം ഇനി സ്റ്റീം ചെയ്തിട്ടെടുക്കാം. ക്യാരറ്റ് ഇടിയപ്പം ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഇടിയപ്പവും ഉണ്ടാക്കിയെടുക്കാം. ഇനി പച്ചയിടാം. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു പീസ് പൊട്ടറ്റോ, അങ്ങനെ തന്നെ ചെറിയ പീസ് ക്യാരറ്റ്, സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഒരുമിച്ചിട്ട് ഇട്ടിട്ട് കുക്കറിൽ ഉണ്ടാക്കുന്നതാണ് ഈ ചിക്കൻ കറി. പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ കറിയാണ് ഇത്. എല്ലാം ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ 2 കറാമ്പ് ഇതും കൂടി ഇട്ട് ചിക്കൻ വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ചിക്കൻ നന്നായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ചേർക്കാം.
കുറച്ച് കുരുമുളകും ചേർക്കാം. ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഗീ ചേർക്കാം. ഇതിനി സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ചിക്കൻ കറിയാണ്. എല്ലാം ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്കറിൽ 2 വിസിൽ മാത്രം മതി. ഈ ചിക്കൻ സ്റ്റൂ റെഡിയാവും. ഇത് വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. ഇതിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ടത് കൊണ്ടാണ് ഇതിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ആയിരിക്കും. സാധാരണ വൈറ്റ് കളറായിരിക്കും. റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ കളർഫുൾ ഇടിയപ്പവും ചിക്കൻ സ്റ്റൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.